ലു ദാൻ ലുവാൻ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു വിയറ്റ്നാമീസ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ക്രിംസൺ സ്നൗട്ട്. നമ്മൾ ഇതുവരെ കണ്ട ഹൊറർ ചിത്രത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രമാണിത്. ഇത് കണ്ടാൽ ചിലർ പേടിക്കും, എന്നാൽ ചിലർ പേടിച്ച് ഛർദ്ദിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ചിത്രം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനാവില്ല. അത്രയും വൃത്തികേടായി തോന്നുന്ന ഒരു കൊടൂര ചിത്രമാണിത്. അതിനാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കാണുക. അതാവുമ്പോൾ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി വേണൽ ഒന്ന് ഛർദ്ദിച്ചാൽ മാത്രം മതി. സോ ഞാൻ പറഞ്ഞു വന്നത്, മനക്കട്ടിയുള്ളവർ മാത്രം ഇത് കാണുക. അല്ലാത്തവർ കൊച്ചു ടിവിയോ പോകയോ ചന്ദനമഴയോ കണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളൊരു ലെജൻഡ് ആണെങ്കിൽ വരൂ, അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടു കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അർദ്ധരാത്രി വിജനമായ റോഡിലൂടെ ഒരു വയസ്സായ വ്യക്തി സ്കൂട്ടറിൽ പോകുന്നത് കാണാം. ആ പോക്ക് നായ്ക്കളെ ഒക്കെ പിടിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പട്ടി ഇറച്ചിയുമായി പോയ സ്കൂട്ടറിന് എന്ത് പറ്റി എന്നറിയില്ല. പകുതിക്ക് വെച്ച് ഓഫാവുകയും പണ്ടാരം പിടിക്കാനായിട്ട് ഈ വണ്ടി എപ്പോൾ നോക്കിയാലും പണി തരുന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ സ്കൂട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കാൻ തുടങ്ങി. ഒടുവിൽ ശരിയാക്കി കയ്യിൽ പറ്റിയ അഴുക്ക് കളയാൻ മുന്നിലുള്ള ചെറിയ തോട്ടിൽ പോയി കൈ കൊണ്ടിരിക്കെ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ ഒരു പട്ടി കണ്ണൊക്കെ ചുവന്ന് ജ്വലിച്ച് കൊടൂരമായി നോക്കുന്നു. അത് കണ്ട് അയാൾ വീണ്ടും സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പട്ടി ചത്തു കിടക്കുന്നത് പോലെ മാത്രമാണ് കാണുന്നത്. തോന്നിയതായിരിക്കും എന്ന് വിശ്വസിച്ച് തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് എന്തോ ഒന്ന് അയാളെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ഒടുവിൽ അവിടെ വെച്ച് അയാൾ മരിച്ചു പോവുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട ആ വയസ്സായ വ്യക്തിയുടെ മകനെ കാണാം. ഇവന്റെ പേര് നാമ്. അച്ഛൻ മരിച്ചതറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യാൻ കൂടെ നാമിൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി നാട്ടിലേക്ക് പോവുകയാണ്. ഗേൾ ഫ്രണ്ടിൻ്റെ പേര് ലിയു ആദ്യമായാണ് നാമിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. അന്നേരം അവിടെ ഇറച്ചി വെട്ടുന്ന മരക്കട്ടയും പിന്നെ കുറെ നായ്ക്കളെ കൂട്ടിൽ ഇട്ടിരിക്കുന്നതും കാണുകയാണ്. നാമിനെ കണ്ട അമ്മ, മോനെ നീ എത്തിയോ, കണ്ടില്ലേ അച്ഛൻ നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നിട്ട് ചടങ്ങ് പ്രകാരം നീ വേണം മോനെ അച്ഛൻ്റെ കണ്ണടയ്ക്കാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും നാം അച്ഛൻ്റെ കണ്ണ് അടച്ചു നിന്നതും പെട്ടെന്ന് അച്ഛൻ കണ്ണ് തുറക്കുകയാണ്. അതേപോലെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ രക്തം ഒഴുകാനും തുടങ്ങി. അത് കണ്ട് എല്ലാവരും കോരിത്തരിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് നാമിൻ്റെ ചേച്ചി തൂയി വന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നാമിനെയും ലിയുനെയും അകത്തേക്ക് കൂട്ടിയിട്ട് പോകുമ്പോൾ നോക്കിയാൽ അച്ഛൻ്റെ കഴുത്തിൽ നായ കടിച്ച പോലൊരു മുറിവ് കാണാം. അകത്ത് ഗേൾ ഫ്രണ്ട് ലിയോ ചുറ്റിക്കറങ്ങുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിനപ്പുറത്ത് മരിച്ചുപോയ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ട് ലിയു ഭയന്നു പോവുകയും അന്നേരം അവിടേക്ക് നാം എത്തി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ രൂപത്തെ കാണാനില്ല. എടി നീ ഇവിടെ നിൽക്ക്, ഞാൻ ലഗേജ് അകത്ത് വച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നാം പോവുകയും അന്നേരം കിച്ചണിലേക്ക് നാമിൻ്റെ ചേച്ചി തൂയി വന്ന് ദാ നീ കഴിക്ക് എന്ന് പറഞ്ഞ് പട്ടി ഇറച്ചി കറി എടുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ലിയുവിന് ഛർദ്ദിക്കാൻ വരുന്ന പോലെയായി. ഏയ് എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ അതെയോ എങ്കിൽ കുറച്ച് കഴിക്ക്, ടേസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞ് ചെറിയ ബോളിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ എനിക്ക് വേണ്ട, എനിക്ക് നായ്ക്കറി ഇഷ്ടമല്ല, ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ട് പോലുമില്ല. അത് കേട്ടതും തൂയിയുടെ മുഖം ആകെ മാറുകയാണ്. എന്ത് നായ്ക്കറി ഇഷ്ടമല്ല എന്നോ? നിനക്ക് ഇതിൻ്റെ ഗുണം അറിയാത്തത് കൊണ്ടാണ്. ഇത് മനുഷ്യർ കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. ഇതിൽ അത്രയും പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ 3 നേരവും ഇതാണ് ഇവിടെ കഴിക്കുന്നത്. സോ നായ്ക്കറി ഇഷ്ടമല്ലാത്ത നീ എങ്ങനെയാ ഈ വീട്ടിൽ വന്ന് കുടുംബിനിയായും ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നാം എത്തി. ഏയ് ചേച്ചി, ഇവൾക്ക് നായ്ക്കറി കഴിച്ച് ശീലമില്ല, അതിനാൽ ഇവളെ നിർബന്ധിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് ശരി, ഞാൻ നിന്റെ പെണ്ണിനെ നിർബന്ധിച്ചതൊന്നുമല്ല, ചുമ്മാ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാ എന്ന് പറഞ്ഞു പോവുകയാണ്. തൂയി യഥാർത്ഥത്തിൽ നാമിൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്. ഇപ്പോൾ അവിടേക്ക് മറ്റൊരുത്തി വരുന്നു. ഇവൾ ആരാണെന്ന് വെച്ചാൽ നാമിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, പേര് നങ്ക. സോ ഇവളും നാമിന് ചേച്ചിയാണ്. അകത്ത് വന്ന നങ്ക ഇപ്പോൾ ലിയുവിനെ നോക്കിയിട്ട് എന്തിനാടാ ഇവളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും, കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറയുമ്പോൾ ലിയുവും ഇല്ല, ഞാൻ കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. ഇപ്പോൾ പുറത്തു പോയ തൂയി കയ്യിൽ വസ്ത്രം എടുത്തു വന്ന് നങ്കയുടെ കയ്യിൽ ആ വസ്ത്രം കൊടുത്ത് പോയി മന്നയെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിവിട് എന്ന് പറയുകയാണ്.
മന്ന നാമിൻ്റെ മരിച്ചുപോയ അച്ഛനാണ്. എന്നാൽ അത് കേട്ട് എന്ത് ഡ്രസ്സ് ഞാൻ മാറ്റണമെന്നോ, എനിക്കൊന്നും വയ്യ, നിങ്ങൾ തന്നെ മാറ്റ്, നമ്മളൊക്കെ ഒരേ കുടുംബം അല്ലേ, ആര് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ നങ്ക അതിന് തയ്യാറായില്ല. ഞാൻ കുടുംബം ആണെങ്കിലും ഞാൻ അനിയൻ്റെ ഭാര്യയല്ലേ, നിങ്ങളല്ലേ പെങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നങ്ക അവിടുന്ന് പോവുകയാണ്. അന്നേരമാണ് തൂയി അടിച്ചു മാറ്റി വച്ച കവറൊക്കെ താഴെ വീഴുന്നത്. അതായത് സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പൈസ വെച്ച് കവറൊക്കെ കൊടുക്കാറില്ലേ, അതേപോലെ ഇവിടെ മരണ വീട്ടിൽ വരുന്നവർ കവർ കൊണ്ടുവന്ന് വെക്കും. അതുപോലും തൂയി മോഷ്ടിച്ച് എടുത്തതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ഒരു ജന്മം. അതേപോലെ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും മരിച്ചാൽ മരിച്ചവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അയൽവാസികളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് വിരുന്ന് വിളിച്ചിരുത്തി ഫുഡൊക്കെ നൽകും. അതേപോലെ ഇപ്പോൾ നായ്ക്കറി വിരുന്ന് വച്ചിരിക്കുകയാണ്. അന്നേരം ഒരുത്തി ചെലക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞാലും നാമിൻ്റെ അച്ഛന് മന്നയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനേ പാടില്ലായിരുന്നു. കണ്ടില്ലേ, കണ്ണ് അടച്ചപ്പോൾ തന്നെ തുറന്ന് രക്തമൊക്കെ വന്നത്, ആ മനുഷ്യൻ കൊടൂര വേദന അനുഭവിച്ചായിരിക്കും മരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരുത്തൻ റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ എങ്ങനെയാ തോട്ടിൽ വീണ് മരിച്ചത് എന്ന് പറഞ്ഞ് ആദ്യം ആരാ മന്നയുടെ ശരീരം കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരുത്തൻ അത് കൃത്യം രാവിലെ 5 മണിക്ക് തവളയെ പിടിക്കാൻ വയലിലേക്ക് പോയവർ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നാമിൻ്റെ മാമൻ വരികയും മരിച്ചതല്ലേ ഉള്ളൂ, മരിച്ചവരെക്കുറിച്ച് ഈ സമയത്തെങ്കിലും കുത്തി പറയാതെ നിൽക്കാമോ എന്ന് പറഞ്ഞ് ആ കുശു സംസാരം നിർത്തിക്കുകയാണ്. നാം ആണെങ്കിൽ വീട്ടിൽ വരുന്നവരെ എല്ലാം കൈകൂപ്പി വെൽക്കം ചെയ്യുകയാണ്. അന്നേരം ഒരു സ്ത്രീ ആ വീട്ടിലേക്ക് വരികയും അവിടെ നാമിൻ്റെ തൊട്ടുപുറകിൽ ഒരു വെളുത്ത ഡോഗിനെ കണ്ട് ആ സ്ത്രീ ഭയന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവരെന്തിനാ ഓടിയത്, അവിടെ എന്താ ഉള്ളത് എന്ന് കൗതുകത്തോടെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ നായയെ കാണാനില്ല. അങ്ങനെ അന്ന് രാത്രിയാവുകയും മരിച്ചുപോയ അച്ഛനെ പൊതച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും പെട്ടിക്കുള്ളിലാണുള്ളത്. ശവപ്പെട്ടിയുടെ അടുത്ത് ഇരിക്കുകയാണ് നാം. അത് ഇവിടുത്തെ ഒരു ആചാരം. പെട്ടെന്ന് ആ പെട്ടിക്ക് അകത്തു നിന്നും ടിക് 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 എന്നൊരു ശബ്ദം കേട്ട് നാം ഭയപ്പെട്ട് അതെന്താ ശബ്ദം എന്ന് പെട്ടിക്കടിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ദേ 2 കാലുകൾ. അതാരാ അപ്പുറത്ത് എന്നറിയാൻ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല. തോന്നിയതാവും എന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ പ്രേതം പ്രത്യക്ഷപ്പെട്ട് നിന്നതും നാം ഞെട്ടി നിലത്ത് വീണ് നോക്കുമ്പോൾ അവൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും തൂക്കിൽ തൂങ്ങിയതുപോലൊരു കാഴ്ച കാണുകയാണ്. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പുറകിലൂടെ അച്ഛൻ വന്ന്, മോനെ, അവർ ഞങ്ങളെ വിടില്ല, ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാതെ അവർ അടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്ന് അച്ഛൻ്റെ ആത്മാവിനെ പിടിച്ചോണ്ട് ഇരുട്ടിലേക്ക് പോവുകയും നാം ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. എല്ലാം നാം കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മന്നയുടെ ശരീരം പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത് കൊണ്ടുപോയി കുഴിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നാമിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിയു ഒരുമാതിരി ചിന്തിച്ച പോലെ ഇരിക്കുന്നത് കണ്ട്, നീ ടൗണിൽ കഴിക്കുന്ന പോലത്തെ ഫുഡ് ഇവിടെ കിട്ടില്ല എന്ന് തൂയി പറയുമ്പോൾ, ഏയ് അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. അന്നേരം മാമൻ നാമിൻ്റെ അമ്മയോട്, ചേച്ചി, നിങ്ങളോട് എനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അത് പിന്നെ നാളെ തന്നെ നമ്മൾ അടച്ചുപൂട്ടിയ പട്ടിയിറച്ചി കട ഓപ്പൺ ചെയ്യണം. അത് കേട്ട് അമ്മ, എന്ത്, നാളെ തന്നെയോ? അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയത്, ഇത്ര പെട്ടെന്ന് തുറക്കണോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ഞാനത് നാളെ തുറക്കാൻ പോവുകയാ, ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ഓൾറെഡി ഞാൻ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കട ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റെഗുലർ കസ്റ്റമറൊക്കെ തൊട്ടപ്പുറത്തുള്ള ഇറച്ചിക്കടയിൽ സ്ഥിരമായി പോകാൻ തുടങ്ങും. അതേപോലെ മരണാന്തര ചടങ്ങിന് ഒക്കെ വേണ്ടി നമ്മൾ കുറേ ക്യാഷ് ചെലവാക്കിയില്ലേ, ഇപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടിലാണല്ലോ, അതിനാൽ കട തുറക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ മാമൻ ഉറച്ചു പറയുകയാണ്. അതിനിടയിൽ ലിയു നാമിൻ്റെ കാലിൽ തൊട്ടുകൊണ്ട് പറ എന്ന് പറയുകയും അന്നേരം നാം എല്ലാവരോടുമായി ആ കാര്യം പറയാൻ തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു പെർമിഷൻ എനിക്ക് വേണം. പെർമിഷനോ? എന്ത് പെർമിഷൻ? ഞാനും ലിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ അതിന് അനുവദിക്കണം. അത് കേട്ട് തൂയി ദേഷ്യത്തിൽ, എന്ത് കല്യാണമോ? നിന്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയത്, അതിനുള്ളിൽ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ നിനക്ക് മനസ്സാക്ഷിയില്ലേ? ഇക്കാര്യം അയൽവാസികൾ അറിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് കാറി തുപ്പും. അത് കേട്ട്, അല്ല ചേച്ചി, ഞാൻ ഈ കാര്യം ജോത്സ്യനോട് ചോദിച്ചു. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് അച്ഛൻ മരിച്ചിട്ട് 49 ദിവസത്തിന് ശേഷം കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ
മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് പിന്നെ ലിയു ഞാൻ കാരണം പ്രഗ്നൻ്റ് ആണ്. അത് കേട്ട മാമൻ വീണ്ടും കലിപ്പിൽ, എടാ മാനം കെട്ട കാട്ടുപകടാ, ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തിട്ട് എത്ര നിസ്സാരമായിട്ടാണ് നീ ഞങ്ങളോട് പറയുന്നത്? ഇപ്പോൾ കല്യാണമൊന്നും നടക്കില്ല, ആദ്യം നീ അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളാ. അത് കേട്ട് അമ്മ ടെൻഷനായ പോലെ, എന്താടാ നീ പറയുന്നത്? എന്തായാലും ആ പെണ്ണിൻ്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ പേരക്കുട്ടിയാണ്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല. അത് ശരി, ശരിക്കും അത് നിങ്ങളുടെ പേരക്കുട്ടിയാണ് എന്ന് എന്താ ഉറപ്പ്? ഇവനുണ്ടായത് അല്ലെങ്കിലോ? അത് കേട്ട് കലിപ്പിലായ നാമ്, എടാ മാമ മാമ എന്ന് വിളിച്ച എന്നെക്കൊണ്ട് വിളിപ്പിക്കരുത്. എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ. ഇവളെക്കുറിച്ചും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചും പറയാൻ നിങ്ങൾ ആളല്ല. ഓഹോ, ഇപ്പോഴാണ് നിന്റെ അച്ഛൻ മരിച്ചത്, ഇനി എല്ലാവരും കൂടി എന്നെയും കൊല്ല്. എല്ലാം കേട്ട് അമ്മ എഴുന്നേറ്റ് തെറി പറഞ്ഞ് ഇരുന്ന്, ദേ ഇവിടെ നോക്ക്, അവൻ എൻ്റെ മകനാണ്, അവൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. അതിനാൽ നീ നിന്റെ പണി നോക്കിയിട്ട് പോ. അത് കേട്ട് മാമനും തൂയും അവിടുന്ന് കലിപ്പിൽ എഴുന്നേറ്റ് പോവുകയാണ്. എടാ എത്ര നാളായി അവൾ പ്രഗ്നൻ്റ് ആയിട്ട് എന്ന് അമ്മ ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം മനസ്സിലായത് എന്നവൻ പറയുകയാണ്. എടാ മാമൻ അങ്ങനെയാ, ബളബളാന്ന് പിരാന്തനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാലും മാമൻ നല്ലവനാണ്, അവൻ്റെ കാര്യം ഞാൻ നോക്കാം. 49 കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണ കാര്യം ഞാൻ കുടുംബത്തിലെ എല്ലാവരോടും പറയാം. അതുവരെ നിങ്ങൾ രണ്ടുപേരും സമാധാനമായി നിൽക്ക്. അത് കേട്ട് രണ്ടുപേരും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഇപ്പോൾ ലിയു പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട്, എന്ത് പറ്റി, എന്താടി നീ ഒരുമാതിരി വിഷമിച്ചിരിക്കുന്നത്? അത് പിന്നെ നമ്മുടെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും പ്രശ്നമുണ്ടാക്കി. ഇനി 49 കഴിഞ്ഞ് കല്യാണക്കാര്യം പറയുമ്പോൾ അത് എല്ലാവരും സമ്മതിക്കോ? അത് കേട്ട്, എടേ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഒന്നും വിഷമിക്കേണ്ട, എല്ലാറ്റിനും ഞാൻ കൂടെയുണ്ട്, നമ്മുടെ കാര്യം മംഗളകരമായി നടക്കും എന്നൊക്കെ പറഞ്ഞ് ലിയുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ലിയുവിൻ്റെ വയറ്റിൽ എന്തോ ഒരു വേദന. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല, ഞാൻ കുറേ നേരമായില്ലേ പാത്രം കഴുകുന്നത്, അതിനാൽ അകത്തുള്ള കുഞ്ഞ് മതി പാത്രം കഴുകിയത്, അച്ഛനോട് കഴുകാൻ പറ അമ്മേ എന്ന് പറഞ്ഞതാ. ഓഹോ, നിനക്ക് എല്ലാം തമാശയാണല്ലേ എന്ന് പറഞ്ഞ് നാം പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അന്നേരം ലിയുവിന് പുറത്ത് ഒരു വെളുത്ത നായയെ കാണുകയും, എടാ ഈ വീട്ടിൽ ബാക്കിയുള്ള നായ്ക്കളെയൊക്കെ ഇരുമ്പ് കൂട്ടിൽ അടച്ചു വെച്ചത് ഞാൻ കണ്ടു, എന്നാൽ വെളുത്ത നായയെ മാത്രം എന്തിനാ തുറന്നു വിട്ടിരിക്കുന്നത്? എടി അത് മറ്റു നായ്ക്കളെ നമ്മൾ ഇറച്ചിയാക്കാൻ വളർത്തുന്നതാ, എന്നാൽ വെളുത്ത നായയെ ഞങ്ങൾ വീട്ടിലേക്ക് കാവലായി നിർത്തിയിരിക്കുകയാ. അതുമാത്രമല്ല ഈ വെളുത്ത നായക്ക് ഒരു കഥ കൂടിയുണ്ട്. കഥയോ? എന്ത് കഥ? ചില വർഷങ്ങൾക്ക് മുൻപ് ഈ നായയുടെ അമ്മ നായ വയറ്റിൽ കുട്ടികളോടെ ഗർഭിണിയായി ഈ വീട്ടിലേക്ക് വന്നതാ. കുറച്ച് ദിവസത്തിൽ ഒരുപാട് കുട്ടികളെ ആ നായ പ്രസവിച്ചു. കുട്ടികളൊക്കെ കൂട്ടിലാണ് കിടന്നത്. എന്നാൽ ആ കുട്ടികളിൽ ഈ വെള്ള പട്ടിക്കുട്ടി മാത്രം മരച്ചുവട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. അതിനാലാണ് ഈ നായയെ മാത്രം ഞങ്ങൾ കാവലിന് വച്ചിരിക്കുന്നത്. ശരി, ഈ വെള്ള നായയുടെ കൂടെ പിറന്ന മറ്റ് പട്ടിക്കുട്ടികൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അവരൊക്കെ പ്രസവിച്ച കുറച്ച് നാളിൽ തന്നെ മരിച്ചുപോയി. കൂടെ അമ്മ നായയും മരിച്ചുപോയി. ബാക്കിയായത് ഈ വെള്ള നായ മാത്രം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അമ്മ വന്ന്, എടാ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പൂക്കളും പഴങ്ങളും വെച്ച് ഒരു ചടങ്ങ് ചെയ്യാനുണ്ട്, അതിന് നീ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവാ. അത് കേട്ട് അങ്ങനെ നാം ലിയുവിനോട് ബായ് പറഞ്ഞ് കടയിലേക്ക് പോവുകയും ലിയു ആണെങ്കിൽ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിൽ എന്തോ പാത്രം ഉരുളുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയും, എന്താ അത് എന്ന് ഭയത്തോടെ നോക്കിയാൽ ആ കൊടൂര കാഴ്ച കാണുകയാണ്. പകുതി മനുഷ്യനും പകുതി നായയും പോലെയുള്ള രൂപം. ഇതാണല്ലേ നായിൻ്റെ മോൻ എന്ന് പറയുന്ന സാധനം. അത് അവിടെയുള്ള ഭക്ഷണം രുചിച്ച് കഴിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല കുറേ എണ്ണം ഉണ്ട്. അത് കണ്ട് ലിയു ഭയന്ന് പുറകോട്ട് പോകവേ ചെയറിൽ കാല് തട്ടിയതും ആ ശബ്ദം കേട്ട് എല്ലാ പട്ടിമക്കളും ലിയുവിനെ നോക്കിയതും ലിയു ഭയന്ന് വിറച്ച് അലറി വീണതും അമ്മയും നാമും ഓടിയെത്തി എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ കിച്ചൻ്റെ നേർക്ക് കൈ കാട്ടിയെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. മോളെ, നിന്നോട് ആരാ പാത്രം എടുക്കാനൊക്കെ പറഞ്ഞത്? നീ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ, പോയി റെസ്റ്റ് എടുക്കാതിരുന്നത് കൊണ്ടാ ഓരോന്നും തോന്നുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുവിടുമ്പോൾ ലിയു ഒരു നിമിഷം ഇനി അത് എൻ്റെ തോന്നലായിരുന്നോ എന്ന് ചിന്തിച്ച് റൂമിലോട്ട് പോവുകയാണ്. അവൾ പോയതിനു ശേഷം അമ്മ പൂക്കളും പഴങ്ങളും ഒക്കെ വെച്ച് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. അന്നേരം ഒരു വശത്ത് വച്ചിരുന്ന ടാപ്പ് റെക്കോർഡറിൽ ഒരു ഭക്തിഗാനം വച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ ഭക്തിഗാനം സ്റ്റോപ്പായി നായ കുരക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. അതോടെ അവിടെ കുലുങ്ങാനും തുടങ്ങി. അമ്മ പേടിച്ച് ടാപ്പ് എടുത്ത് എറിഞ്ഞു ഉടച്ചതും ഇപ്പോഴാണ് അവിടെ ശാന്തമായത്. എന്നാൽ മുകളിൽ ആരോ നടന്നു പോകുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഭയന്ന് വിറച്ച് അമ്മ മേലെ നോക്കി നിൽക്കെ ദേ ഒരു കൊടൂര കാഴ്ച. ഒരു നായയുടെ തിളങ്ങുന്ന 2 കണ്ണുകൾ. ആ നായ അമ്മയെ തന്നെ കുറുകുറുവെന്ന് നോക്കി നിൽക്കെ
പെട്ടെന്ന് അമ്മയെ എന്തോ ഒന്ന് കട്ടിലിനടിയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ആ ശബ്ദം കേട്ട് നാമും ലീയും ഓടിയെത്തി അമ്മയെ പുറത്തെടുത്ത് നോക്കുമ്പോൾ നാമിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ എങ്ങനെയാണോ ഒരു പട്ടി കടിച്ച പോലത്തെ മുറിവ് കണ്ടതോ അതേപോലെ അമ്മയുടെ കാലിലും കാണുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് ഒരു വൈദ്യൻ വന്നിട്ട് കാലിൽ ബാൻഡേജോ ഒക്കെ കെട്ടിക്കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് ഇത് ഒരു 3 ദിവസം മുറിവിൽ പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വൈദ്യൻ പോവുകയും ചെയ്തു. ശേഷം നങ്ക അവളുടെ ഹസ്ബൻഡിനെ ആ മാമനെ കൂട്ടിയിട്ട് മാറി നിന്ന്, ഏയ് മനുഷ്യ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരാൾ വഴുതി വീണാൽ നേരെ നിലത്തല്ലേ വീഴേണ്ടത്, അതും വയസ്സായ അമ്മ വീണത് കട്ടിലിൻ്റെ അടിയിലാണ്. അതിനർത്ഥം അമ്മയെ എന്തോ ഒന്ന് വലിച്ചോണ്ട് പോകാൻ നോക്കിയത് ആയിരിക്കില്ലേ, ഈ വീട്ടിൽ എന്തോ ഒന്നുണ്ട് മനുഷ്യ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് നിന്ന തൂയി കിച്ചണിൽ ഭക്ഷണം എടുത്തു നോക്കുമ്പോൾ പുഴുക്കളൊക്കെ ഓടിക്കളിക്കുന്നത് കാണുകയാണ്. അതിന് കാരണം രാത്രി ലീവ് കണ്ടിരുന്നില്ലേ, മനുഷ്യൻ്റെയും നായയുടെയും രൂപം വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അവറ്റകൾ നക്കിയത് കൊണ്ടായിരിക്കും. ഈ ഒരു സംഭവം കൂടി കണ്ടതോടെ 3 പേർക്കും കൂടുതൽ സംശയം തോന്നുകയും നേരെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. കുടുംബത്തിൽ നടക്കുന്ന അമാനുഷികതയ്ക്ക് കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ മന്ത്രവാദി കുറച്ച് ഊതുബത്തി എടുത്ത് കത്തിച്ച് മുൻപിലുള്ള വിഗ്രഹത്തിന് കാട്ടിയിട്ട് ചുരുട്ടിപ്പിടിച്ച് ഷവർമ റോൾ കഴിക്കുന്ന പോലെ കറുമുറോന്ന് കടിച്ച് വായിലാക്കി താഴെയുള്ള ബൗളിലേക്ക് ഒരൊറ്റ തുപ്പ്. നോക്കിയാൽ ബൗൾ മൊത്തം പുഴുക്കളായി മാറി. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ മരിച്ച നിങ്ങളുടെ അച്ഛൻ്റെ വിധി ഇനിയും അവസാനിച്ചിട്ടില്ല. മന്നയുടെ വിധി തീരുന്നതിന് മുൻപേ മന്ന മരിച്ചുപോയി. അതേപോലെ അയാൾ മോശമായ നാളിൽ മോശമായ സമയത്ത് മരിച്ചതിനാൽ മന്ന പ്രേതാത്മാവായി മാറി പ്രതികാരദാഹിയായി ഭൂമിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് കേട്ട് എങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടാത്തതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് കൃത്യമായി ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുമായി എന്തെങ്കിലും വാക്ക് പോലും നടന്നിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൊണ്ട് പ്രേതാത്മാവ് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഇപ്പോഴാണ് തൂയി ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നത്. അതായത് ഒരിക്കൽ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തൂയിയുടെ മോന്തക്കിട്ട് ഒരടി കൊടുത്തിട്ട്, എടി നിന്നോട് പറഞ്ഞതല്ലേ പെട്ടിയിൽ നിന്ന് പൈസ മോഷ്ടിച്ച് എടുക്കരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് തൂയിയെ കുറെ അടിച്ചിരുന്നു. അതേപോലെ മാമൻ ഉണ്ടല്ലോ, അയാൾക്ക് ആദ്യത്തെ കല്യാണം നടന്നിരുന്നു. എന്നാൽ ആദ്യ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം മറ്റൊരുത്തിയെ, അതായത് നങ്കയെ പ്രണയിച്ച് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്ന് ഇഷ്ടത്തിലാണ് കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യണം എന്ന് മാമൻ പറയുമ്പോൾ നങ്കയെ നോക്കി, നങ്കയുടെ വസ്ത്രം നോക്കി, എടാ ഇവളെയൊക്കെ ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നി? എൻ്റെ മനസ്സിൽ നീ ആദ്യം കെട്ടിയ പെണ്ണ് മാത്രമാണുള്ളത്, അല്ലാതെ ഇവളെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കോലം തന്നെ കണ്ടില്ലേ, റോഡിൽ നിൽക്കുന്ന വേശ്യയെ പോലെയുണ്ട് എന്നൊക്കെ മന്ന പറഞ്ഞിരുന്നു. സോ ഇതൊക്കെ ഫ്ലാഷ് ബാക്ക് പോലെ ആലോചിച്ച തൂയും മാമനും, സ്വാമിജി ഞങ്ങളെ രക്ഷിക്കണം, മന്നയുടെ പ്രേതാത്മാവിന് ശാന്തി ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് കേട്ട് മന്ത്രവാദിയും, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഒരു പൂജ ചെയ്താൽ മതി. പൂജ ചെയ്താൽ മന്നയുടെ പ്രേതാത്മാവ് നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ വീട് വിട്ടു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് മന്ത്രവാദി പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഇതേ നേരം മറ്റൊരിടത്ത് നാമും ലീയും മാർക്കറ്റിൽ കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങിച്ച് നടന്നു പോകും. അവിടെ പട്ടിയിറച്ചി വിൽക്കുന്ന ഒരു കട കാണുകയാണ്. അതേ കടയിൽ ഹോട്ടൽ പോലെ പട്ടിയിറച്ചി എല്ലാവരും രുചിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. എല്ലാവരും അൽഫാം കഴിക്കുന്ന പോലെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ലിയുവിന് ആകെ എന്തോ പോലെയായി നിൽക്കുമ്പോൾ, എന്തു പറ്റി? അത് എന്തിനാ പട്ടികളെ ഒക്കെ കൊന്നു തിന്നുന്നത്? നമ്മളെപ്പോലെ ഒരു ജീവനുള്ളതല്ലേ അത്? എടീ പട്ടിക്കറിയാണ് ഈ ഗ്രാമത്തിൻ്റെ മെയിൻ ഗ്രാമീണ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു പിരാന്തൻ ആ ഹോട്ടലിലേക്ക് ചാടിപ്പോയി പട്ടിയിറച്ചി കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ വായിൽ കൈയിട്ട് പട്ടിയിറച്ചി പുറത്തെടുത്ത്, ആരും ഇത് കഴിക്കരുത്, കഴിച്ചാൽ അത് നിങ്ങളെ കൊല്ലും, നിങ്ങളെ തേടി വന്ന് കൊല്ലും എന്നൊക്കെ പിരാന്തനെ പോലെ സംസാരിക്കുമ്പോൾ അത് കണ്ട ഹോട്ടൽ ഉടമ, എൻ്റെ കച്ചവടം പൂട്ടാനാണോ നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടേക്ക് ആ പിരാന്തൻ്റെ ചേച്ചി വന്നിട്ട്, അയ്യോ ആരും അവനെ ഉപദ്രവിക്കല്ലേ, എൻ്റെ അനിയൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്, ഇനി അവൻ നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകാൻ നോക്കുമ്പോൾ നാം ഇടയിൽ കയറി, ഏയ് ഒരു നിമിഷം, നിങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ച ദിവസം വീട്ടിലേക്ക് വന്നിരുന്നില്ലേ? വന്നിട്ട് എത്തി നോക്കിയിട്ട് ഒരു കാരണവും ഇല്ലാതെ ഓടിപ്പോയില്ലേ? എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല, അന്ന് എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു, അത് ഓർത്തിട്ടാ ഓടിപ്പോയത് എന്ന് പറഞ്ഞ് പോവാൻ നോക്കിയ ശേഷം എന്തോ ഒന്ന് ആലോചിച്ച്, അനിയ നിന്റെ വീട്ടിൽ ഒരു വെളുത്ത നായ ഉണ്ടല്ലോ, ആ നായയെ സൂക്ഷിച്ചോ, ആ നായ കാരണമാണ് നിന്റെ കുടുംബം ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടുന്ന് പോവുകയും ചെയ്തു.
അതെന്താ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവാതെ നാമും ലിയും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് എടാ കടയിൽ വെച്ച് ഒരു ലേഡിയെ കണ്ടില്ലേ, അവരെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ലിയു ചോദിക്കുമ്പോൾ ആ അറിയാം, ആ ലേഡിയുടെ ഫാമിലി ഈ ഗ്രാമത്തിൽ ഒരു വലിയ പട്ടിയിറച്ചി കട നടത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ ഫാമിലിക്ക് എന്തായി എന്നറിയില്ല, ആ ലേഡിയുടെ അച്ഛന് ഭ്രാന്ത് പിടിച്ച പോലെയായി കത്തിയെടുത്ത് 2 മക്കളെയും വെട്ടിക്കൊന്നു. തുടർന്ന് അനിയനെയും ചേച്ചിയും കൊല്ലാൻ നോക്കുമ്പോൾ തലയിൽ ഇടിമിന്നൽ വീണ് ആ അച്ഛൻ മരിച്ചുപോയി. അയാൾ മരിച്ചതിൽ പിന്നെയാണ് ആ അനിയൻ ഭ്രാന്തനായി മാറിയത്. അതേപോലെ പട്ടിയിറച്ചി കട നഷ്ടത്തിലാവുകയും ആ അനിയനും ചേച്ചിയും ഇപ്പോൾ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിലാണ്. അത് കേട്ട് ഇപ്പോൾ ലിയു പറയുന്നു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ നടക്കുന്ന അമാനുഷിക കാര്യത്തിനും നിങ്ങൾ നടത്തുന്ന പട്ടിയിറച്ചി കടയ്ക്കും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്നാൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയാവുകയും പുറത്ത് നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട്. നാം ലാപ്ടോപ്പിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോഴാണ് രാവിലെ ആ ലേഡി പറഞ്ഞ കാര്യം ഓർമ്മയിൽ വരുന്നത്. അതായത് നിന്റെ വീട്ടിലുള്ള വെളുത്ത നായയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കാര്യം, ആ നായ കാരണം കുടുംബം നശിക്കും എന്നുകൂടി പറഞ്ഞിരുന്നില്ലേ. അതിനാൽ ആ നായയെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ കാര്യം മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ ലിയുവിനോട് ഇവിടെ നോക്കടി എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്റ്റോറി എന്തെന്നാൽ പൊതുവെ ഈ ശാപം കിട്ടിയ കുടുംബങ്ങൾ അമാനുഷികമായ കുറേ കാര്യങ്ങൾ കാണാനിടയാവും. ശാപം കിട്ടിയ കുടുംബത്തിൻ്റെ നാശം ആരംഭിക്കുന്നത് തന്നെ അമാനുഷിക കാര്യങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ്. ആ ശാപത്തിന് മുഖ്യമായ കാരണമായിരിക്കുന്നത് ചുവന്ന മൂക്കുള്ള വെളുത്ത നായയാണ്. എങ്ങനെയെന്നാൽ പുരാണ കഥയിൽ പറയുന്ന പോലെ ഒരു പഴയകാല കൊടൂര പ്രേതം ഒരു സാധാരണ നായയുടെ വയറ്റിൽ വീണ്ടും ജനിക്കും. ജനിച്ച ശേഷം ആദ്യം അമ്മ നായ മരിച്ചു പോകും. അതിനുശേഷം അതിൻ്റെ കൂടെ ജനിച്ച ബാക്കി പട്ടിക്കുട്ടികളും മരിച്ചു പോകും. എന്നാൽ ഒരു വെളുത്ത നായ മാത്രം ബാക്കിയാവും. ആ ബാക്കിയായ വെളുത്ത നായയെ ഏത് കുടുംബം ആണോ എടുത്തു വളർത്തുന്നതോ ആ കുടുംബത്തെ നായ നിരീക്ഷിച്ചു കൊണ്ടേ നിൽക്കും. രാത്രിയായാൽ വീടിൻ്റെ മുകളിൽ കയറി നടക്കും. വീട് മൊത്തം സഞ്ചരിച്ചു കൊണ്ടേ നിൽക്കും. അതേപോലെ കുറേ അമാനുഷിക കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടിലുള്ള കുടുംബത്തിൽ കലഹം സൃഷ്ടിക്കും. പിന്നൊരു പ്രധാന കാര്യം എന്തെന്നാൽ ആ നായ പകൽ പാവത്തെ പോലെ നടക്കും. എന്നാൽ രാത്രി 12 മണി കഴിഞ്ഞാൽ ആ നായ 4 കാലിൽ നടക്കുന്നതിന് പകരം 2 കാലിലായിരിക്കും നടക്കുന്നത്. കയ്യിൽ ഒരു വടി പിടിച്ചിട്ടുണ്ടാവും. തലയിൽ ഒരു തൊപ്പി ധരിക്കും. അതേപോലെ ആ നായ എവിടെയാണോ ഉള്ളത് അവിടെ ഇടിമിന്നൽ ഒക്കെ ഉണ്ടാവും. മാത്രമല്ല വീട്ടുകാർ ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ നായ അവരെ തന്നെ നോക്കി കൊല ചിരിച്ചിരിക്കും എന്നൊക്കെ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ നേരം മറ്റേ വശത്ത് ദേ ആ നായ തൂയിയെ നോക്കി കൊടൂരമായി ചിരിക്കുന്നു. അത് കണ്ട് തൂയി അലറിയതും ശബ്ദം കേട്ട് അവിടേക്ക് 2 പേരും ഓടി വന്ന് എന്തായി, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ജനാല വഴി നായ നിൽക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയും ആ നായയെ ഫോളോ ചെയ്ത് നാം പോകുമ്പോൾ അവിടെ ഒരു കൊടൂര കാഴ്ച കാണുകയാണ്. ഒരു മരത്തിൽ മൊത്തം മനുഷ്യരുടെ കണ്ണുകൾ ഒട്ടിച്ച് വച്ചിട്ടുണ്ട്. അതേപോലെ കഥയിൽ പറഞ്ഞതുപോലെ വെള്ളനായ കയ്യിൽ ഒരു കോല് പിടിച്ച് തലയിൽ തൊപ്പിയും വച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു ഇടിമിന്നൽ. അന്നേരം മരത്തിലെ കണ്ണുകളും മാഞ്ഞു പോകുന്നു. അതേപോലെ ആ വെള്ളനായയും അവിടെ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. സോ ഇവിടെ വെച്ച് നാമിന് ഒരു കാര്യം മനസ്സിലായി, ഇറച്ചിക്കടയ്ക്കും നായ്ക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതിനാൽ നേരെ വീട്ടിലേക്ക് ചെന്ന് മാമനോട് ഏയ് മാമ, നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ച ഇറച്ചിക്കട അത് ഇപ്പോൾ തുറക്കണ്ട, കുറച്ചു നാൾ കഴിയട്ടെ എന്നിട്ട് ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും മാമൻ വിട്ടുകൊടുത്തില്ല. നീ എന്താടാ കിളിപ്പോയവനെ പോലെ സംസാരിക്കുന്നത്? നമ്മുടെ കുടുംബം കഷ്ടത്തിലല്ലേ ഉള്ളത്. ഇനിയും കച്ചവടം തുടങ്ങാൻ വൈകിപ്പിച്ചാൽ പിന്നെ നമ്മൾ തെരുവിൽ ഇറങ്ങി ഭിക്ഷ എടുക്കേണ്ടി വരും. ഏയ് മാമ, നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാ ഇങ്ങനെ പറയുന്നത്. നോക്ക്, ചേച്ചി വരെ എന്തോ കണ്ടു ഭയന്നിട്ടുണ്ട്. എല്ലാറ്റിനും കാരണം നായ്ക്കറി കടയാണെന്ന് തോന്നുന്നു. അത് കേട്ട് പണത്തിനോട് ആർത്തിയുള്ള തൂയി പറയുന്നു, അതിന് ഞാൻ എന്ത് കണ്ടു ഭയന്നെന്നാ പറയുന്നത്? എലി റൂമിൽ വന്നു, അത് കണ്ടാ ഞാൻ ഭയന്നത്. നായ്ക്കറി കട തുറക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. അതിനാൽ നാളെ തീർച്ചയായും കട തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മാമനും ഭാര്യയും പെങ്ങളും കൂടി നായ്ക്കറി ഷോപ്പ് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നായയുടെ രക്തം എടുത്ത് ഏതോ ജ്യൂസ് പോലെ കുടിക്കുകയാണ്. പോരാത്തതിന് നായ ഇറച്ചി വാങ്ങിക്കാൻ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അതിനാൽ കച്ചവടം നല്ല രീതിയിൽ പോകുന്നു എന്ന് സന്തോഷിച്ച് മാമന്റെ ഭാര്യ നങ്കയും പിന്നെ സിസ്റ്റർ തൂയിയും പട്ടിയെ വെട്ടി ഇറച്ചിയാക്കുകയാണ്. ഇതേ നേരം നാം അവന്റെ അമ്മയുടെ കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ കാല് വേദനിക്കാൻ തുടങ്ങി. പുറത്ത് നായയുടെ കാല് വെട്ടുമ്പോഴാണ് അമ്മയുടെ കാലും വേദനിക്കുന്നത്.
എല്ലാം മനസ്സിലാക്കിയ നാം നേരെ പുറത്തിറങ്ങി ഞാനല്ലേ നിങ്ങളോട് കട തുറക്കണ്ട എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നോക്ക്, അമ്മ കരയുന്നത് കണ്ടില്ലേ? എടാ, അമ്മ കരയുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ പട്ടിയുടെ കാലല്ലേ വെട്ടുന്നത്, അല്ലാതെ അമ്മയുടെ കാലല്ല. കുറച്ചു നേരം ഞങ്ങളെ കച്ചവടം ചെയ്യാൻ അനുവദിക്ക് എന്ന് തൂയി പറയുകയാണ്. അങ്ങനെ അന്ന് നേരം ഇരുട്ടി തൂയി ജോലിയൊക്കെ തീർത്ത് കശാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും പാത്രവും ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടിയെ കൊന്ന് ഇടുന്ന ആ വലിയ ഡ്രമ്മിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതെന്താ സംഭവം എന്ന് ഒരൽപ്പം ഭയത്തോടെ നോക്കാൻ പോയി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പ്രേതം അവളുടെ കാലിൽ പിടിച്ച് വലിച്ചതും ആ മൂർച്ചയുള്ള ഡ്രമ്മിൽ വീഴാൻ പോയെങ്കിലും ഭാഗ്യത്തിന് കൈ കൊണ്ട് പിടിച്ച് കഴുത്ത് മുറിയാതെ രക്ഷപ്പെട്ടു. എന്നാൽ പെട്ടെന്നൊരു പ്രേത കൈ വന്ന് അവളുടെ തലയിൽ ഒരൊറ്റ അടി, കഴുത്ത് ആ മൂർച്ചയുള്ള തകിടിൽ കൊണ്ട് കഴുത്ത് മുറിഞ്ഞ് തൂയി അവിടെ കൊടൂരമായി മരിച്ചു പോവുകയും ചെയ്തു. ഇതേ നേരം മാമൻ്റെ ഭാര്യ നങ്ക ബാക്കിയുള്ള പട്ടികൾക്ക് ഫുഡ് കൊടുത്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പുറകിൽ ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതാരാ, എന്താ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടിലുള്ള നായ്ക്കളൊക്കെ മനുഷ്യരൂപത്തിലായിട്ടുണ്ട്. അതിലൊരുത്തൻ ഓടി വന്ന് നങ്കയുടെ കഴുത്തിൽ കടിക്കാൻ നോക്കിയതും കൃത്യം അവിടേക്ക് മാമൻ കത്തിയുമായി വന്ന് അതിൻ്റെ തലയ്ക്ക് വീശി വെട്ടി ഭാര്യയെ രക്ഷിക്കുകയും ചെയ്തു. അന്നേരം നങ്ക, ഏയ് മനുഷ്യ, ദേ നോക്ക്, നായ്ക്കൾ മനുഷ്യനെ പോലെയായി മാറി, നോക്ക് എന്ന് പറയുമ്പോൾ, എന്താടി നീ പറയുന്നത്? അത് പട്ടികളാണ്, ഗേറ്റ് നേരെ അടക്കാത്തതിനാൽ പുറത്ത് ചാടി നിന്നെ കടിക്കാൻ വന്നതാ, ഞാൻ അതിനെ കൊന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. എന്നാൽ കണ്ട കാര്യം ഓർത്ത് നങ്ക ഭയന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കഴിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താണ് നോക്കിയാൽ അവളുടെ കെട്ടിയോൻ്റെ, അതായത് മാമൻ്റെ കാല് ഒരു മനുഷ്യരൂപത്തിലുള്ള നായ കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ്. പേടിച്ച് ഞെട്ടി നിലത്ത് വീഴുകയും, എന്നാൽ ഇപ്പോൾ നോക്കിയാൽ ആ നായയെ കാണാനില്ല. കട്ടിലിനടിയിൽ നായയുടെ ശബ്ദം കേട്ട് കുനിഞ്ഞു നോക്കുമ്പോൾ ദേ ആ പിശാച് പിടിച്ച നായ. അത് കണ്ട് ഭയന്ന് അലറി ഹസ്ബൻഡിനെ വിളിച്ചതും എന്താടി, എന്തു പറ്റി എന്ന് ചോദിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റിയലായിട്ട് മാമൻ്റെ കാലിൽ നായ കടിച്ചതുപോലത്തെ മുറിവ് കാണുകയാണ്. ഇതേ നേരം മറ്റേ റൂമിൽ നാം ഉണർന്ന് നോക്കുമ്പോൾ ആ വെളുത്ത നായ നോക്കുന്ന പോലെയുണ്ട്. അതിനാൽ നേരെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ അത് എന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നായ അവൻ്റെ ദേഹത്തേക്ക് ചിരിച്ചുകൊണ്ട് ചാടിയതും എന്നെ വിട് വിട് എന്ന് പറഞ്ഞ് നാം അലറിയതും നോക്കിയാൽ ഇപ്പോൾ ആ നായയെ കാണാനില്ല. എന്നാൽ നാമിൻ്റെ കയ്യിലും നായ കടിച്ചതുപോലൊരു മാർക്കുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തൂയി മരിച്ച കാര്യം എല്ലാവർക്കും അറിയുകയും അതിനാൽ നാട്ടിലുള്ളവർ നാമിൻ്റെ ഫാമിലിയെക്കുറിച്ച് മോശമായി സംസാരിക്കാനും ആരംഭിച്ചു. അതിനാൽ നാമിന് എന്ത് ചെയ്യണം എന്നറിയാതെ ആ വെള്ള നായയെക്കുറിച്ച് ഒരു ലേഡി പറഞ്ഞിരുന്നില്ലേ ആപത്താണെന്ന്, അങ്ങനെ ആ ലേഡിയെ കാണാൻ നാം പോയിരിക്കുകയാണ്. ആ ലേഡി പറയുന്നു, നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ അനുഭവിക്കുന്ന കൊടൂരതകളാണ് ഒരിക്കൽ എൻ്റെ ഫാമിലിയും അനുഭവിച്ചത്. എൻ്റെ അച്ഛന് പിരാന്ത് പിടിച്ച് 2 മക്കളെയും വെട്ടിക്കൊന്നു. ടേബിളിൻ്റെ അടിയിൽ ഒളിഞ്ഞു നിന്ന എന്നെയും കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കൃത്യസമയത്ത് എൻ്റെ അനിയൻ വന്ന് എന്നെ രക്ഷിച്ചു. അന്നേരം ഒരു ഇടിമിന്നൽ വന്ന് വീണ് അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ അനിയന് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ നടന്ന കാര്യങ്ങളും ആ ലേഡിയെ പറയുകയാണ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൽ എന്തെങ്കിലും അമാനുഷിക കാര്യങ്ങൾ നടന്നോ? ഏയ് ഇല്ല, അങ്ങനെ പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല. ശരി, നിങ്ങളുടെ കുടുംബം തകരാൻ കാരണം എന്താ? എല്ലാം കർമ്മയാണ്. നിങ്ങൾ പട്ടികളെ കൊന്ന് എങ്ങനെയാണോ നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നതോ അതേപോലെയാണ് ഞങ്ങളും പട്ടികളെ കൊന്ന് ഇറച്ചിയാക്കി വിട്ട് ഞങ്ങളുടെ കുടുംബവും കഴിഞ്ഞിരുന്നത്. ആ ഒരു ശാപം മൂലമാണ് ഞങ്ങളുടെ കുടുംബം നശിച്ചത്. ഇപ്പോൾ മറ്റൊരിടത്ത് മാമനും ഭാര്യ നങ്കയും മന്ത്രവാദിയെ കാണാൻ പോയിരിക്കുകയാണ്. കുടുംബത്തിൽ നടന്ന എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കിയ മന്ത്രവാദി, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ശാപമുണ്ട്. ആ ശാപത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഒരു വലിയ ചടങ്ങ് ചെയ്യണം. അതും മരിച്ചു പോയ നാമിൻ്റെ അച്ഛൻ മന്ന ഉണ്ടല്ലോ, മന്നയുടെ ശവം തോണ്ടിയെടുത്ത് ശവത്തിൻ്റെ മേൽ പാമ്പിൻ്റെ രക്തവും മറ്റ് പല രക്തവും ഒഴിച്ച് ആ ശവത്തിൻ്റെ നാക്ക് അറുത്തെടുക്കണം. ആ ചടങ്ങ് ഞാൻ പറഞ്ഞ പ്രകാരം ശ്മശാനത്തിൽ വെച്ച് ചെയ്തു തീർത്താൽ നിങ്ങളുടെ കുടുംബത്തിലെ ശാപം മാറും. അത് കേട്ട്, ഏയ് മനുഷ്യ, മന്ത്രവാദി പറഞ്ഞത് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, എന്നാൽ ഇക്കാര്യം അവൻ നാം അറിഞ്ഞാൽ നമ്മളെ അവൻ ലാമ്പും എന്ന് നങ്ക പറയുമ്പോൾ, എടേ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൽ ഗർഭം കലക്കുന്ന ഒരു മരുന്ന് ആരും കാണാതെ കലർത്തുകയും ചെയ്തു. ഫലമായി ലിയു വേദനയിൽ നിലത്ത് വീണ് തുടിക്കാൻ തുടങ്ങി. അതേപോലെ താഴെ രക്തം ഒഴുകാനും തുടങ്ങി. അതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്ത് പറയുന്നു, ലിയു കഴിച്ച ഭക്ഷണത്തിൽ ആരോ ഗർഭം കലക്കുന്ന മരുന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, മരുന്നിന്റെ ഡോസേജ് കുറഞ്ഞതിനാൽ അകത്തുള്ള കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് കൂടിയിരുന്നെങ്കിൽ കുഞ്ഞിന് നഷ്ടമായനെ. അത് കേട്ടതോടെ ആ കൊടൂരം ആരാ ചെയ്തത് എന്ന കാര്യം നാമിന് മനസ്സിലാവുകയും നേരെ കലിപ്പിൽ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നങ്ക നാമിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മന്ത്രബൊമ്മ വച്ചിട്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു.
അത് കണ്ട് എന്താ നിങ്ങൾ ചെയ്തത്, നിങ്ങളാണല്ലേ എൻ്റെ ലിയുവിൻ്റെ ഭക്ഷണത്തിൽ മരുന്ന് കലർത്തിയത്. അത് കേട്ട് നങ്ക തുടക്കത്തിൽ ഇല്ല ഞാനല്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു ഘട്ടത്തിൽ അതെ അത് ഞാൻ തന്നെയാ ചെയ്തത്, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനാ അങ്ങനെ ചെയ്തത് എന്ന് പറയുകയും അത് കേട്ട അമ്മയ്ക്ക് ദേഷ്യം വരികയും നങ്കയുടെ മോന്തക്കിട്ട് അടിച്ചിട്ട് എടേ നീ ഈ കുടുംബത്തിൽ വന്നത് മുതൽ നിനക്കും എൻ്റെ ഭർത്താവിനും തമ്മിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് എനിക്കറിയാം. എന്നാൽ കുടുംബത്തിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് തീരുമാനിച്ചാണ് ഞാനും വഴക്കിടാൻ നിൽക്കാത്തത്. എന്നാൽ ഇപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ കൊല്ലാനുള്ള അളവിൽ നീ വളർന്നോ? ഇനി ഒരു തവണ അതിന് നീ ശ്രമിച്ചാൽ മോളെ നിന്റെ ശരീരത്തിൽ കണ്ണുണ്ടാവും, മൂക്കുണ്ടാവും, നാക്കും ഉണ്ടാവും, എന്നാൽ നിനക്ക് ജീവൻ ഉണ്ടാവില്ല, മനസ്സിലായോടി എന്നൊക്കെ തള്ള മാസ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കെ ഇതേ നേരം ശ്മശാനത്തിൽ ചടങ്ങ് ആരംഭിച്ചു. അന്നേരം മന്ന എപ്പോഴാ മരിച്ചത് എന്നറിയോ എന്ന് മന്ത്രവാദി ചോദിക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ അത് ഞങ്ങൾക്ക് അറിയാം, രാവിലെ 5 മണി എന്നൊരു ടൈം പറയുകയാണ്. എന്നാൽ മാമൻ പറയുന്നു 5 മണിയല്ല, രാവിലെ കൃത്യം 3:30 എന്ന് കൃത്യമായി പറയുകയാണ്. അത് കേട്ട നാമ് ഏയ് മാമ എൻ്റെ അച്ഛൻ കൃത്യം 3:30 മരിച്ചത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ മാമൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ നാമിൻ്റെ അച്ഛൻ മന്ന ആളൊരു വൃത്തികെട്ട തെമ്മാടിയായിരുന്നു. എന്തെന്നാൽ മാമൻ്റെ ഭാര്യയുടെ കൂടെയും ഡിങ്കോൾഫ് ചെയ്ത് അങ്ങനെ ഒരു അവിഹിത ബന്ധം മന്നനും നങ്കയ്ക്കും തമ്മിലുണ്ടായിരുന്നു. അക്കാര്യം മനസ്സിലാക്കിയ മാമൻ നേരെ മന്നയോട് ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ എന്താ എന്നെ അടിക്കാൻ വന്നതാണോ? എങ്കിൽ എന്നെ അടിക്ക്, അടിച്ചിട്ട് ഈ കുടുംബത്തിൽ നിന്നും പുറത്തു പോ, എന്നിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്ക്. അതല്ല നീ ബുദ്ധിപൂർവം നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഗ്രാമത്തിലെ മികച്ച ഒരു നായ്ക്കറി കട നമ്മുടെയാണ്. അങ്ങനെയിരിക്കെ എൻ്റെ കട വിട്ട് നീ പുറത്തു പോയാൽ നിനക്ക് വരുമാനം ഉണ്ടാവില്ല, നിന്റെ ഭാര്യയും നിന്നെ വിട്ടു പോകും. അത് കേട്ട് വേറെ വഴിയില്ലാതെ മാമൻ തൽക്കാലം ഇക്കാര്യം പ്രശ്നമാക്കാതെ ക്ഷമിക്കുകയാണ്. മന്നയുടെ അനിയനാണ് ഈ മാമൻ. അങ്ങനെ ഒരിക്കൽ മന്ന ബൈക്കിൽ പോകുമ്പോൾ വണ്ടി കേടാവുകയും അത് ശരിയാക്കി കയ്യിൽ പറ്റിയ കറ കഴുകാൻ തോട്ടിൽ ഇറങ്ങി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് മാമനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്ന ആ ഒരു സമയത്ത് മാമനും ഭാര്യ നങ്കയും അതുവഴി വന്നിരുന്നു. മന്ന വെള്ളത്തിൽ വീണ് മരിക്കാൻ പോകുന്ന കാഴ്ചയും കണ്ടിരുന്നു. നങ്ക മന്നയെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ പറയുമ്പോൾ വേണ്ട, അയാൾ മരിക്കട്ടെ, നിനക്ക് എന്തിൻ്റെ കഴപ്പാണെന്ന് എനിക്കറിയാം, അയാൾ നിന്റെ കൂടെ കിടന്നിട്ടുണ്ടെന്നും എനിക്കറിയാം, ഇത് ഇവിടെ വച്ച് നിർത്തിക്കോ. മന്ന മരിച്ചാൽ ഇനി മുതൽ നായ്ക്കറി കട ഞാൻ നടത്തും, നമ്മൾ മികച്ച പണക്കാർ ആവും എന്ന് പറഞ്ഞ് രക്ഷിക്കാമായിരുന്നിട്ടും മന്നയെ രക്ഷിക്കാൻ നിൽക്കാതെ വിടുകയായിരുന്നു. അതിനാലാണ് മന്ന മരിച്ച സമയം മാമന് കൃത്യമായി പറയാൻ കഴിഞ്ഞത്. തൻ്റെ അച്ഛനെ മാമനാണ് കൊന്നത് എന്ന് പറഞ്ഞ് നാമ് മാമനെ ഇട്ട് അടിക്കാൻ തുടങ്ങി. എന്നാൽ മാമൻ ആരാമോൻ നിലത്തുള്ള ഒരു കല്ലെടുത്ത് നാമിൻ്റെ തലക്കൊരൊറ്റ അടി. അതോടെ നാമിൻ്റെ ബോധവും പോയി. ശേഷം മാമൻ ഞൊണ്ടി ഞൊണ്ടി വീട്ടിലേക്ക് തിരിച്ച് വന്ന് നോക്കുമ്പോൾ ദേ വീടിന്റെ മണ്ടയിൽ ആ കൊടൂര പിശാച്ച് പിടിച്ച നായ ഇരിക്കുന്നു. മാമനെ നോക്കി ചിരിച്ചിട്ട് ഒരൊറ്റ ചാട്ടം മാമൻ നിലത്ത് വീഴുകയാണ്. ഇതേ നേരം വീടിനകത്ത് നങ്ക ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അന്നേരം റൂമിലേക്ക് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അത് തൻ്റെ ഹസ്ബൻഡ് ആണെന്ന് കരുതി എഴുന്നേറ്റ് നോക്കുമ്പോൾ വന്നത് ഹസ്ബൻഡ് ആ മാമൻ തന്നെയാണ്. എന്നാൽ നോക്കിയാൽ മാമന്റെ വായ മാത്രം ആ കൊടൂര നായ കടിച്ചെടുത്തിരുന്നു. അതുമാത്രമല്ല മാമന് പിരാന്തായി എന്ന് തോന്നുന്നു. നങ്കയെ കടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. നങ്കയെ ചൂടുവെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാമിന് ബോധം തിരിച്ചു കിട്ടി. ഓടി ഓടി വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ നങ്കയുടെ മുഖം വെന്ത് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവർ നായ്ക്കളെ എങ്ങനെയാണോ കൊന്നത് അതേപോലെയാണ് ഓരോരുത്തരും കൊല്ലപ്പെടുന്നതും. അതായത് നാമിൻ്റെ അച്ഛൻ മന്ന നായ്ക്കളെ വെള്ളത്തിൽ മുക്കിയായിരുന്നു കൊന്നുകൊണ്ടിരുന്നത്. അതിനാൽ മന്നയെ നായയുടെ പ്രേതം വെള്ളത്തിൽ മുക്കിയാണ് കൊന്നത്. അതേപോലെ തൂയി നായ്ക്കളെ കഴുത്ത് വെട്ടിയാണ് കൊന്നുകൊണ്ടിരുന്നത്. അതിനാൽ തൂയിയെ കൊലപ്പെടുത്തിയത് കഴുത്ത് മുറിച്ചാണ്. ഇനി ഇപ്പോൾ മരിച്ച നങ്ക അവൾ പട്ടികളെ കൊന്നത് ചൂടുവെള്ളത്തിലിട്ടായിരുന്നു. അതിനാലാണ് നങ്കയെ ചൂടുവെള്ളത്തിൽ മുക്കിക്കൊന്നത്. സോ ഇതൊക്കെ നാം മനസ്സിലാക്കി നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നും അമ്മ കരയുന്ന ശബ്ദം കേട്ടതും ഓടിപ്പോയി നോക്കുമ്പോൾ മാമൻ പിരാന്തനെ പോലെയായി അമ്മയെ പിടിച്ച് ഗ്യാസിൻ്റെ അടുപ്പിൽ കരിച്ച് കൊല്ലാൻ ട്രൈ ചെയ്യുകയാണ്. നാം നേരെ പോയി മാമനെ തടുത്തു നിർത്താൻ ശ്രമിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ. മാമനും മരുമകനും തമ്മിൽ മാറി മാറി അടിയോടടി. ഒരു ഘട്ടത്തിൽ മാമൻ പറന്ന് ചാടിയതും നാം ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആവുകയും എന്നാൽ മാമൻ്റെ ശരീരം അവിടെയുള്ള വലിയൊരു മരത്തിൻ്റെ കമ്പിൽ തറച്ചു കയറി. ഒടുവിൽ മാമൻ്റെ കഥയും കഴിഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിൽ നാമിനും ലിയോനും അമ്മയ്ക്കും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ വീടും വിറ്റ് നായ്ക്കറി കടയും വിറ്റ് ഈ ഗ്രാമവും വിട്ട് സിറ്റിയിലേക്ക് താമസം മാറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകവേ അവിടെയുള്ള വെള്ളനായ അവരെ നോക്കി ഒരു കൊല ചിരിച്ചിരിക്കുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.